നമ്മളെല്ലാവരും തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലാണ്. ഇനി കേവലം ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരികയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പ്രത്യേകിച്ച് ആരും പറഞ്ഞു തരേണ്ടതില്ലല്ലോ. നല്ലതിനെ തിരഞ്ഞെടുക്കാൻ, ഇനി അതല്ലെങ്കിൽ തിന്മയെ മാറ്റി നിർത്താൻ മലയാളികളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവർ ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് വോട്ട് ചെയ്യാറ്. പ്രത്യേകിച്ച് അവർക്ക് ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും പാർട്ടികൾ ക്ലാസ് എടുത്ത് കൊടുക്കേണ്ടിയൊന്നും വരാറില്ല. ഇന്ത്യ രാജ്യത്തെ ഇന്നത്തെ അവസ്ഥയൊക്കെ മനസ്സിലാക്കിയിട്ട് അവർ ആ രീതിയിൽ തന്നെ വോട്ട് ചെയ്തു പോകും. എന്നാൽ ഈ ഒരു വിഷയമൊന്നും പറയാനല്ല ഞാൻ ഈ ഒരു അവസരത്തിൽ വന്നത്. നമുക്കറിയാം, സോഷ്യൽ മീഡിയ ഒക്കെ ഒരുപാട് മുന്നോട്ട് പോയ ഈ ഒരു കാലത്ത് വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും മറ്റൊക്കെ വലിയ ചർച്ചകളാണ്. പല പാർട്ടികൾ തമ്മിൽ ആ രീതിയിലൊക്കെ ചർച്ചകളാണ്, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകൾ. തിരഞ്ഞെടുപ്പാണ്, അത് കുറച്ച് നാളുകൾ മാത്രമേ ഈ ഒരു ചൂടുണ്ടാവൂ. അത് കഴിഞ്ഞാലും നമ്മൾ പരസ്പരം കാണേണ്ടവരാണ്. അതുപോലെ തന്നെ സ്നേഹങ്ങൾ പങ്കുവെക്കേണ്ടവരാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഒരുപാട് വൈരാഗ്യത്തോടു കൂടി സംസാരിക്കുമ്പോഴും ഇതല്ലെങ്കിൽ മറ്റുള്ള പാർട്ടിയുടെ കുറ്റങ്ങൾ നമ്മൾ പറയാൻ വേണ്ടിയിട്ടുള്ള സമയം ഒരുപാട് ചിലവഴിക്കുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതൊരു കലഹത്തിലായി പോകരുത്. കലഹത്തിലേക്ക് എത്തിപ്പോകുമ്പോൾ തീർച്ചയായും അവിടെ വൈരാഗ്യം വളരും. അത് പിന്നെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം. നമ്മൾ മലയാളികൾ അറിയാലോ, കൊറോണ വന്നപ്പോൾ നമ്മൾ ജാതിയോ മതമോ പാർട്ടിയോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെയാണ് എന്തെന്ന് ചേർന്ന് നിരുന്നത്. അതിനെ നമുക്ക് പ്രതിരോധിക്കാനും അതുപോലെ തന്നെ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ കുറക്കാനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രളയം, അപ്പോഴൊന്നും നമുക്ക് രാഷ്ട്രീയമൊന്നും ഉണ്ടായിരുന്നില്ല. അതിൽ ജാതി ഉണ്ടായിരുന്നില്ല, മതം ഉണ്ടായിരുന്നില്ല, മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അതാണ് നമ്മൾ മലയാളികൾ. അത് ഈ ഒരു തെരഞ്ഞെടുപ്പിലും നമ്മൾ ഓർക്കണം. ഈ ഒരു തെരഞ്ഞെടുപ്പും രാഷ്ട്രീയവും മറ്റ് ചർച്ചകളൊക്കെ നല്ലത് തന്നെയാണ്. അതൊക്കെ ചൂടുപിടിച്ച രീതിയിൽ തന്നെ വേണം. അതിനപ്പുറത്തേക്ക് ഒരു വൈരാഗ്യമോ ഒരു സംഘർഷമോ ഇനി അതല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ വേദനിപ്പിക്കുന്ന വാർത്തകളോ വരാൻ പാടില്ല. അതെല്ലാവരും ശ്രദ്ധിക്കണം. പിന്നെ ഇന്ന് പാർട്ടിക്കാരോട് എന്നുള്ളതല്ല, നമ്മളൊക്കെ മലയാളികളാണ്. നമുക്കങ്ങനെയൊന്നും ആരെയും എന്ത് ചെയ്യില്ല, അന്ധമായിട്ട് വെറുക്കാനോ ഇനി അതല്ലെങ്കിൽ ശത്രുപക്ഷത്ത് നിർത്താനോ ഒന്നും നമ്മൾ എന്ത് ചെയ്യാറില്ല, ശ്രമിക്കാറില്ല. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും സ്നേഹത്തോടെ ഇരുന്ന് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നല്ല രീതിയിൽ നേരിടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്.